ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ മോഡൽ എക്സാം. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്ത് നോക്കുക. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മണിക്കൂറാണ് സമയം. ആൻസർ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആൻസർ ഇനി വരുന്ന വീഡിയോസിലേക്കായിരിക്കും ഉൾപ്പെടുത്തുക. ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൂചന. जूलिया और लूना कहानी का अंश पढ़े और 1 से 3 तक प्रश्नों की उत्तर लिखी. ജൂലിയ ഓർ ലൂണ എന്ന കഥയിൽ നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് വായിച്ചതിന് ശേഷം 1 മുതൽ 3 വരെയുള്ളതിന് ആൻസർ കണ്ടുപിടിക്കുക. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ. सेठ पेड़ काटने में सफल हुआ. सेठ ने पेड़ काटने का वादा किया. सेठ ने पेड़ काटने में असफल हुआ. ഇതിൽ ഏതാണ് ശരിയായത് എന്നുള്ളത് നോക്കുക, ആൻസർ ചെയ്യുക. वादा करो यहाँ की किसी भी पेड़ को कभी नहीं काटूंगी. ജൂലിയ ने सेठ से ऐसा वादा क्यों ले लिया. ഇതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. അതായത് ജൂലിയ ആ മരം വെട്ടാൻ വന്നവരുടെ അടുത്ത് ഒരു പ്രോമിസ് ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു അല്ലേ, എന്തൊരു സത്യം ചെയ്യിപ്പിച്ചു. ഇവിടെയുള്ള ഏത് മരവും വെട്ടാൻ പാടില്ല, നിങ്ങൾ വെട്ടില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, 738 दिनों तक जूलिया ने लूना का संरक्षण करने के लिए पेड़ पर ही रहा. इस पर समाचार तैयार करे. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ജൂലിയ ഇത്രയും ദിവസം, അത് 738 ദിവസം അവിടെ മരത്തിനെ സംരക്ഷിച്ച് നിന്നു അല്ലേ. അതിനെ കുറിച്ചൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നെക്സ്റ്റ്, അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ലൂണ കി സംരക്ഷൺ കർണേ കെ ലിയെ എക് പോസ്റ്റർ തയ്യാർ കരേ. ലൂണ മരത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. രണ്ടിനും ഒരേ മാർക്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ റിലേറ്റ് ചെയ്ത സൂചന തന്നിട്ടുണ്ട്. പേഡ് തും പേഡ് നഹി ഹോ തും ദർജി. അതായത് പേഡ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലെ ലൈൻസ് വായിക്കുക നിങ്ങൾ. ശേഷം 4ാമത്തെ ക്വസ്റ്റ്യൻ, കവിനെ പേഡ് का किस रूप का वर्णन किया है. മരത്തിന്റെ ഏത് രൂപത്തിന്റെ വർണ്ണനയാണ് ഇവിടെ ചെയ്യുന്നത്. 5, धूप के सिलने पर छायाएं बिखर गई. ഈ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന പങ്ക്തി സെലക്ട് ചെയ്ത് എഴുതുക. പോയിട്രി നോക്കുക. പോയിട്രി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാവുന്നതായിരുന്നു. പോയിറ്റിക് ലൈൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. 6th ക്വസ്റ്റ്യൻ, പേഡ് കവിത की ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ. പേഡ് എന്ന കവിതയുടെ ആസ്വാദൻ ടിപ്പണി റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പേഡ് എന്നുള്ള പോയിട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ആസ്വാദൻ ടിപ്പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സിലും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. നെക്സ്റ്റ് സൂചനയാണ്. അടുത്ത ക്വസ്റ്റ്യൻസിന്റെ സൂചനയാണ് കേട്ടോ. ഹാജി കി കഹാനി കിസി പ്രൊഫസർ കി പത്നി അചർച്ച് കർത്തി. അതായത് ഹാജി കി കഹാനിയിലെ നമുക്ക് 2 ലൈനേ അവിടെ തന്നിട്ടുള്ളൂ. നിങ്ങളത് വായിക്കണം. ആ ലൈൻസ് തുടങ്ങണ ഭാഗം എടുത്ത് വായിക്കുക. എന്നിട്ട് 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക കേട്ടോ. വാക്യ കാ വിസ്താർ കരേ. സ്റ്റേഷൻ മേ പ്രൊഫസർ കാ തേസ്. അപ്പോൾ നമ്മൾ ഹാജിനെ ഇന്തസാർ കിയ എന്നുള്ളതാണ് ആദ്യം. ഇനി ഈ ഒരു സെന്റൻസിനെ സ്റ്റേഷൻ മേ എന്നുള്ളത് ചേർത്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. പ്രൊഫസർ കാ എന്ന് ചേർത്തിട്ട് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതുക. ഓക്കെ, 2 എഴുതാൻ തന്നിട്ടുള്ളൂ. തേജും കൂടി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8, ഹാജി के इंतजार के बारे में प्रोफेसर की पत्नी ने अपनी डायरी में लिखा. उस डायरी तैयार करे. അതായത് ഹാജി ഈ പ്രൊഫസറിനെ കാത്തിരിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രൊഫസറിന്റെ പത്നി ഒരു അവർ വരുമല്ലോ, അവർ വരുമ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഹാജി കാത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഹാജിയുടെ പത്നി ഒരു ഡയറിയിൽ എഴുതണം. അന്നത്തെ ഡയറിയിൽ എഴുതുന്ന ആ ഡയറി തയ്യാറാക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത സൂചന അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളതാണ്. एक कदम वो चलती है
എന്ന് തുടങ്ങുന്നത് ഏത് ചാപ്റ്ററിൻ്റെ ആണ്? ബാബ ഓർ ബാബ കി ചടി എന്നുള്ളത്തെ ലൈൻ വായിക്കുക കേട്ടോ. ഈ ലൈൻസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ദോനോ ഗിർ പഠത്തെ ഹെ എന്ന് വരെ വായിക്കുക. ശേഷം 9ാമത്തെ ക്വസ്റ്റിന് ആൻസർ ചെയ്യുക. ഏക് കദം വോ ചൽത്താ ഹെ യഹ വോ കോൻ ഹെ. 10th കവി ഓർ കവിത കോ പരിചയ ദേക്കർ കവിത കി ആശയ ലിഖിയേ. കവിതയുടെ ആശയം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ വീഡിയോയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പഠിച്ചിട്ട് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. അഥവാ ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സ്കൂൾ സഭാ में ബാബ और ബാബ की चढ़ी कविता का परिचय करने के लिए एक टिप्पणी लिखिए. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ അസംബ്ലിയിൽ നിങ്ങൾ ബാബ ഓർ ബാബ കി ചടി കവിത അതിൻ്റെ ഒരു ആസ്വാദന ടിപ്പണി പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ സൂചന ജൂലിയ ഓർ ലൂണ എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏക് റോസ് ഹട്ടെ കട്ടെ ആദ്മി എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻസ് എടുക്കുക. ടു എവിടെ വരെ? ബഹുത് ഡറായ വരെ വായിക്കുക. ശേഷം 11ാമത്തെ ആൻസർ ചെയ്യുക. ജൂലിയ ഓർ ആദ്മിയോ കെ ബീച്ച് കെ വാർത്താലാപ്. ജൂലിയയും ആ മരം വെട്ടാൻ വന്ന ആൾക്കാരുടെ ഇടയ്ക്കുള്ള ഒരു കോൺവെർസേഷൻ വാർത്താലാപാണ് റെഡിയാക്കേണ്ടത്. 4 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ സൂചനയാണ് ഹാജി കി കഹാനി. ഹാജി ക അർത്ഥ ഹോത്താ ഹെ ആട്ട്. ഈ തുടങ്ങുന്ന ലൈൻസിൽ നിന്ന് ഭാഗ്യ ക മാരാ ഹെ വരെ വായിക്കുക. ശേഷം ആൻസർ ചെയ്യേണ്ടതാണ് 13th കിസ് അംഗ് ഓർ സംഖ്യ കോ പൂരാ ജാപ്പാൻ മേ സൗഭാഗ്യശാലി മാൻതാ ഹെ. അപ്പോൾ ഫുൾ ജപ്പാനിൽ ഏത് എന്താ പറയുക ഡിജിറ്റാണ് അല്ലെങ്കിൽ ഏത് നമ്പറിനെയാണ് ഭാഗ്യശാലി സൗഭാഗ്യശാലി എന്ന് പറയുന്നത് ഏത് നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 8 5 3. ഇതിലേതാ ആൻസർ എന്ന് നിങ്ങൾ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. 14th ക്വസ്റ്റ്യൻ നമൂനെ के अनुसार लिखिए. आदमी पेट काटेगा, आदमी पेट काटता है. അപ്പോൾ കാട്ടേക കാട്ടता है ആയി. അതേപോലെ അടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ലഡ്കി പേട്ട് पर ചട്ടേഗി. അതിനെ മാറ്റി നിങ്ങൾ എഴുതണം. ഓക്കെ, അതിനാണ് ആ ഡാഷ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സഹി മിലാൻ കരെ. എ ബോക്സിലും ബി ബോക്സിലും ഉള്ളത് മാച്ച് ചെയ്താൽ മാത്രം മതി. എ ബോക്സിലുള്ളത് പ്രൊഫസർ ഹാജി കോ പത്നി അചർച്ച് ഹാജി പ്രൊഫസർ കാ. ബി ബോക്സിൽ इंतजार करता है घर लाता है टूटती है हो जाती है. ഇത് ശരിയായത് മാത്രം സെലക്ട് ചെയ്ത് മാച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ്റെ സൂചനയാണ് नीचे दिए गण पढ़े और उत्तर लिखे. एक दिन अनु बहुत खुशी से स्कूल से घर वापस आई. ഒരു ദിവസം അനു ഭയങ്കര സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. उसने चिल्लाती हुई बोली अम्मा एक अच्छी खबर है. अगले हफ्ते हमारे स्कूल से हमें घुमाने ले जा रहा है. हम चिड़ियाघर जाएंगे और वहाँ बैठकर एल्बम चिड़िया की बनाऊंगी. അപ്പോൾ അനു സ്കൂൾ വിട്ട് വന്ന അമ്മയോട് പറയുന്ന കാര്യം അടുത്ത ആഴ്ച അല്ലെ അടുത്ത മാസം എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ പോകുന്നുണ്ട്, സോറി അടുത്ത ആഴ്ച എവിടെ പോകുന്നുണ്ടെന്നാ പറയുന്നത്. ഈ ബേർഡ്സിന് ചിടിയാഘർ അല്ലേ, അതായത് പക്ഷി സങ്കേതം കാണാൻ പോകുന്നുണ്ട്. അവിടെ പോയി ഇരുന്നിട്ട് എന്തുണ്ടാക്കും, ഈ പക്ഷികളുടെ ആൽബം ഉണ്ടാക്കാൻ പോവുകയാണ്. അവിടെ പോയി ഇരുന്നിട്ട് അത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ അനു ഗുഷ്തി ക്യൂം. അനു ഹാപ്പി ആയിരുന്നു എന്തുകൊണ്ട്. അതിൽ ആദ്യത്തെ ലൈനിൽ തന്നെ ആൻസേഴ്സ് വരുന്നുണ്ട്. വായിച്ചിട്ട് ആൻസർ ചെയ്യുക. 2 മാർക്കാണ്. അടുത്ത 17th ക്വസ്റ്റ്യൻ ഈസ് ഗണ്ട് കെ ആധാർ പർ ദോ പ്രശ്ന ബനായി. ഈ നിങ്ങൾ 2 ചോദ്യം ഉണ്ടാക്കുക അതിൽ നിന്ന്. അതായത് ഈ പാരഗ്രാഫിൽ ആൻസർ ആയിട്ട് വരുന്ന പോലെ 2 ചോദ്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 17 ക്വസ്റ്റ്യൻസ് വരുന്നത്. 17 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കീ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻസർ കിട്ടാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട്, ആ ചാപ്റ്റർ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 2 യൂണിറ്റല്ലേ വരുന്നുള്ളൂ. അതിനുശേഷം എഗൈൻ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.